ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത് രക്ഷിക്കാത്തൊരു വീഡിയോ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയണമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇന്ന് എനിക്ക് ലൈവ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എല്ലാ ലൈവിലും പോയിട്ട് ബാഡ് കമന്റ് ഇടും എന്ന് അവർ നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ കമന്റ് ഇടുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയണമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇന്ന് എനിക്ക് ലൈവ് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടായ ഒരു അനുഭവം എൻ്റെ കൂട്ടുകാരുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം തോന്നിയത് കൊണ്ടായിട്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഇന്ന് ലൈവ് ചെയ്യുന്ന സമയത്ത് രാവിലത്തെ നമുക്ക് 2 നേരം ലൈവ് ഉള്ളത്, രാവിലെ 7:30-ക്കും വൈകിട്ട് 6:00-ക്കും. അപ്പോൾ എന്നത്തെയും പതിവ് പോലെ തന്നെ ഞാൻ ലൈവ് ചെയ്തിട്ട് ഒരു 10 മണി ലൈവ് വൈൻഡപ്പ് ആക്കാൻ സമയമായപ്പോഴത്തേക്കും ഇതുപോലെ ഒരു കമൻറ്റ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ പിക്ക് എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ 2 മക്കളും കൂടെ നിൽക്കുന്നതാണ് എൻ്റെ പ്രൊഫൈൽ പിക്ക്. ഈ പ്രൊഫൈൽ പിക്ക് വെച്ചിട്ട് വേറൊരുത്തൻ വന്ന് കമൻ്റ് ഇട്ടു. എന്തോ ഫിലോമിന വാവ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഐഡിക്കകത്ത് വന്ന് മെസ്സേജ് ഇട്ട്. ഞാൻ മഹാമോശം തെറിയാണ് മുഴുവൻ ടൈപ്പ് ചെയ്തിട്ടത്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പ്രൊഫൈൽ പിക്ക് നോക്കിയപ്പോഴത്തേക്കുമാണ് എൻ്റെ പ്രൊഫൈൽ പിക്കാണെന്ന് കണ്ടത്. പക്ഷേ ഈ കമൻറ്റ് വന്ന ആ സെക്കൻഡിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ചെന്ന് കണ്ടു കഴിയുമ്പോൾ അവർ ഡിലീറ്റ് ആക്കി. അതിനുശേഷം അപ്പോൾ പെട്ടെന്ന് ഞാൻ നെർവസ് ആയി, എനിക്ക് പെട്ടെന്ന് ടെൻഷനായിപ്പോയി. ഇത് ആരാ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അതിനുശേഷം തുടർച്ചയായിട്ട് ലൈവിൽ അന്നേരം ഒരു 5-6 പേര് നിൽപ്പുണ്ട്. അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ആരാന്നൊക്കെ പരസ്പരം ചോദിക്കുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഹാമോശം കമൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക. കുറേ കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് അവസാനം ഹസ്ബൻഡ് കയറി അങ്ങോട്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് ഞങ്ങളോട് പറയുക, എല്ലാ ലൈവിലും പോയിട്ട് ഞങ്ങൾ ഇതുപോലെ ഞാൻ ഈ ഐഡി വെച്ചിട്ട് നമ്മുടെ ലൈവിൽ വന്നത് എൻ്റെ പ്രൊഫൈൽ പിക്ക് ആണെങ്കിലും വേറൊരു പേര്, മറ്റുള്ള ലൈവിൽ പോകുമ്പം എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര്, ഇമെയിൽ ഐ ഡി ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എല്ലാ ലൈവിലും പോയിട്ട് ബാഡ് കമൻ്റ് ഇടും എന്ന് അവർ നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ കമൻ്റ് ഇടുക. എന്ന് അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സമയം പോലും അവർ തരത്തില്ല. ഇട്ട് നമ്മൾ വായിച്ച് അറിയുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഡിലീറ്റ് ആക്കിയിട്ട് പോകുക. അപ്പം അങ്ങനെ ഒരു സംഭവം എനിക്കിന്ന് ഒത്തിരി, അതായത് ഈ 8 മാസമായിട്ട് ലൈവ് ചെയ്ത് ഒത്തിരി ബാഡ് കമൻറ്റ് ഫേസ് ചെയ്തിട്ടാണ് ഇപ്പം ചാനൽ ഒരു 5000 സബും മോണിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ബാഡ് കമൻറ്റിനെതിരെ നമ്മൾ പ്രതികരിച്ചും അല്ലാതെയൊക്കെ മുന്നോട്ട്. പക്ഷെ ഇങ്ങനൊരു കമൻറ്റ് വന്നപ്പോഴും ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴും ഒത്തിരി വിഷമമായെന്ന് വെച്ചാൽ ഒത്തിരി വിഷമമായത്. എൻ്റെ ഫോട്ടോ മാത്രമല്ല, 12 വയസ്സും 9 വയസ്സുള്ള എൻ്റെ മക്കളുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ടാണ് അവരത് ചെയ്തത്. ആരാണെങ്കിലും അവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നു എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് യൂട്യൂബിൽ ഈ ചാനലുമായിട്ട് നടക്കുന്ന ഒരു ആദ്യത്തെ സംഭവമല്ല. യൂട്യൂബിൽ കുറേ പോസ്റ്റ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഫേക്ക് ഐ ഡി വെച്ചിട്ട് ഓരോ ചാനലിലെ ലൈവിലും പോയിട്ട് ലൈവിൽ ചെന്ന് തെറി വിളിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഓർക്കണം എന്ത് മോശം ആൾക്കാരാണെന്നല്ലേ നമ്മളെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. അപ്പം ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ അറിയാവുന്നവരും എന്നെ അറിയാത്തവരും, എൻ്റെ ലൈവിൽ സ്ഥിരം വരുന്നവർക്ക് അറിയാൻ പറ്റും ഒരു ഫാമിലി ലൈവാണ്. അതല്ലാതെ ഒരു മോശപ്പെട്ട രീതിയിൽ ഞാൻ ഒറ്റ ലൈവിലും പോയി ഞാൻ പറയത്തില്ല. അങ്ങനെ നമുക്കറിയാം 1 അല്ലെങ്കിൽ 2 മണിക്കൂർ മെനക്കേട്ടിരുന്ന് ലൈവ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഒരു ബാഡ് വരുമ്പം എതിരെ നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഇത്രയും നാളത്തെ ലൈവ് ചെയ്ത പരിചയം കൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ലൈവിലും പോയിട്ട് ഞാൻ മോശമായിട്ട് ഒരു കമൻറ്റും ഇടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ പ്രൊഫൈൽ പിക്കും എൻ്റെ പേരും ബിന്ദുജ എന്നുള്ള പേരും വെച്ചിട്ട് ആരെങ്കിലും വന്ന് നിങ്ങളുടെ ലൈവിൽ ബാഡ് പറയുക, തെറി പറയുക, മോശമായിട്ട് പറയുക ചെയ്താൽ ഞാൻ കുറച്ച് നാളത്തേക്ക് ആരുടെയും ലൈവിൽ വരുന്നില്ല. വരുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുമ്പോഴും അവർ നമ്മളെ മോശമായിട്ട് കരുതും. ഒരു വട്ടം ഇവൻ ചെന്ന് തെറി വിളിക്കുക, ബാഡ് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ലൈവിൽ ചെല്ലുമ്പോഴും അവരെന്നെ അങ്ങനെ കാണത്തുള്ളൂ. ബാഡ് ഒരനുഭവം അല്ല, വേറെ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ എനിക്കും പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈവിൽ വന്ന് ചീത്ത പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ആ ലൈവിൽ ചെന്നൊരു ചോദിച്ചു. അപ്പോൾ ആ ഒരു വാപ്പ എൻ്റെ അടുത്ത് പറയാൻ മോളെ ഞാനല്ല, എൻ്റെ പ്രൊഫൈൽ പിക്കും വെച്ചിട്ട് 7 ഐ ഡി ഒരുത്തൻ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ലൈവിലും പോയിട്ട് ഇതാ പരിപാടിയെന്ന്. അപ്പം ആ അനുഭവം എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തുടർന്നും ഇനി മറ്റുള്ള ലൈവിൽ എനിക്ക് ആ ഒരു ഇമേജ് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വന്നാൽ എൻ്റെ പ്രൊഫൈൽ പിക്ക്, ഞാനും എൻ്റെ മക്കളും കൂടെ നിൽക്കുന്ന പ്രൊഫൈൽ പിക്കിൽ ഒരു ആൾ അല്ലെങ്കിൽ വരികയാണെങ്കിൽ എൻ്റെ പേരുമാണെങ്കിലും ഒരിക്കലും ഞാനെന്നുള്ള വ്യക്തി ഒരു ലൈവിലും ചെന്ന് മോശമായിട്ട് കമൻറ്റ് ചെയ്യത്തില്ല.
അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, നിങ്ങൾ ഹൈഡ് ചെയ്യുകയോ ബ്ലോക്ക് ചെയ്യുകയോ ടൈം ഔട്ട് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എന്നെ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ആരും ചിന്തിക്കുകയും ചെയ്യില്ല. നിങ്ങൾ ആരുടെയൊക്കെ ലൈവിൽ വരും നമുക്കറിയത്തില്ല. ചാനൽ ആക്ടിവിറ്റി നോക്കിയപ്പോഴത്തേക്കും ഫെബ്രുവരി 18 തീയതി എടുത്തിട്ടുള്ളതാണ്, ഇന്നല്ല. ഞാൻ അത് ഓർത്ത് പെട്ടെന്ന് ഇന്ന് ചിലപ്പോൾ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആയിരിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നെ നെർവസ് ആക്കാനായിരിക്കും എൻ്റെ ഐ ഡി തന്നെ വന്നിട്ട് എന്നെ കാണിക്കുമ്പോൾ സ്വഭാവമായിട്ട് നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. ഉണ്ടാകുമല്ലോ എന്നല്ല, എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. പിന്നെ ഞാൻ ചിന്തിച്ചപ്പം ടെൻഷനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളെന്തെങ്കിലും ടെൻഷൻ ആകുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ എങ്കിൽ ഈ വീഡിയോ ചെയ്യാം. ഇത് അറിഞ്ഞിട്ടില്ലാത്ത ലൈവിൽ ഇന്ന് നിന്ന് കുറച്ചധികം പേര് ഇത് അറിഞ്ഞിട്ടുണ്ട്. ഇതറിയാത്ത സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് 12 മണിക്ക്, ഇങ്ങനൊരു കാര്യമുണ്ട്, ഫേക്ക് ഐ ഡി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും കാണാത്തവർ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക. ഞാൻ ആ ഒരു ഐ ഡിയിൽ എൻ്റെ പ്രൊഫൈൽ പിക്കും വെച്ചിട്ട് എനിക്ക് ഒരൊറ്റ ചാനലേ ഉള്ളൂ. ആ ചാനലിൻ്റെ പേരും അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയും വെച്ചിട്ട് ഞാൻ ഒറ്റ ലൈവിലും പോയിട്ട് ആരോടും മോശമായിട്ട് പെരുമാറത്തില്ല. എന്നെ പോലെ ലൈവ് ചെയ്ത് ചെറിയ ചാനലൊക്കെ കൊണ്ടുപോകുന്നവർക്ക് അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അവനവൻ്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെയും മക്കളെയും ഭാര്യമാരെയൊക്കെ സമാധാനത്തെ സുരക്ഷിതമായിട്ട് നിർത്തിയിട്ട് ഇവനൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ, നമ്മളെപ്പോലുള്ള സ്ത്രീകളോട് എന്താ ഇങ്ങനെ പെരുമാറുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ എതിരെ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആര്, ഇങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. ഇവരുടെ വിചാരം കാണാൻ അറിയത്തിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടുമായിരിക്കും. നമ്മളെപ്പോലുള്ളവരെ പെട്ടെന്ന് അങ്ങ് എന്താ പറയണത്, പെട്ടെന്ന് നമ്മളെ പേടിപ്പിച്ച് നെർവസ് ആക്കി നമ്മൾ പെട്ടെന്ന് ലൈവൊക്കെ നിർത്തി അങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും, അങ്ങനെ ഒരു ചിന്തയായിരിക്കും ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിൽ. എനിക്കറിയില്ല. എന്നിരുന്നാലും കാണിച്ചത് വളരെ മോശം. എന്ന് വെച്ചാൽ എൻ്റെ പിക്ക് മാത്രമല്ല, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന 2 മക്കളാണ്, അവർ അമ്മമാർ എൻ്റെ വീഡിയോസ് കാണുന്നതാണ്. അവർ എൻ്റെ ലൈവിൽ മാത്രമല്ലല്ലോ, മറ്റുള്ള ലൈവിൽ പോകുമ്പോൾ എൻ്റെ ഈ ഐ ഡിയിൽ അവരൊരു ബാഗ് ഇടുമ്പോൾ അവരെന്നെ പറ്റി അല്ലെങ്കിൽ എൻ്റെ മക്കളെ പറ്റിയൊക്കെ എന്ത് ചിന്തിക്കുന്ന അതും കൂടെ ഒക്കെ ചിന്തിക്കണമായിരുന്നു. ഇതൊന്നും ചിന്തിക്കാതെ അവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നോ എൻ്റെ ലൈവിൽ തന്നെ വന്ന് എന്തുകൊണ്ട് മെസ്സേജ് ഇട്ടെന്നോ എനിക്ക് അറിയില്ല. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒന്നും കൂടെ ഞാൻ പറയുക, ഞാൻ ആരുടെ ലൈവിൽ വന്ന് ഒരുപാട് വാക്കോ മോശമായിട്ടോ പെരുമാറത്തില്ല. അത് 100% ഉറപ്പാണ്. എൻ്റെ ഐ ഡിയിലും എൻ്റെ ഡി പി പിക്കും വെച്ചിട്ട് എൻ്റെ ഐ ഡിയിലും ആര് വന്നാലും ധൈര്യത്തെ നിങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കാം. ഞാനല്ല, ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ. ആ സങ്കടം പുറത്ത് കാണിക്കാനല്ല ഞാൻ വീഡിയോ ഇട്ടത്. ഇത് നിങ്ങളെല്ലാവരും എത്തിക്കണം. ഇന്ന് ഞാനാണെങ്കിൽ നാളെ എന്നെ പോലെ ലൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ആരുടെയെങ്കിലും പിക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും ഇവന്മാർ വരുന്നത്. അങ്ങനെ വന്നാലും ആരും നെർവസ് ആവരുത്. നമ്മളെ നെർവസ് ആക്കാനായിരിക്കും ഇവരിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.